ഹരേ കൃഷ്ണ. ഗൃഹസ്ഥസ്തു യദാ പശ്യേത് വലീഫലിതമാത്മന അപത്യസ്യൈവ ചാപത്യം വനമേവ തദാ വ്രജേത്. എപ്പോൾ ഗൃഹസ്ഥൻ തനിക്ക് പ്രായമായെന്നു കാണുന്നുവോ, തൻ്റെ പുത്രനുണ്ടായതായി കാണുന്നുവോ, അപ്പോൾ തനിക്കു കാട്ടിൽ പോകേണ്ട സമയമായി എന്നറിഞ്ഞ് വാനപ്രസ്ഥം സ്വീകരിക്കണം. അതാണ് ആയുസ്സിന്റെ 3-ാമത്തെ ഭാഗം. മനോനിയന്ത്രണത്തോടുകൂടി നിയതാഹാരനായി വ്രതാനുഷ്ഠാനങ്ങൾ തെറ്റാതെ അനുഷ്ഠിച്ച് ദേവതോപാസനയിൽ നിരതനായിരിക്കണം വാനപ്രസ്ഥൻ. ഏതു ദുഃഖവും ക്ഷമയോടെ സഹിക്കുവാൻ അപ്പോൾ തയ്യാറാകുന്നു. മഴയോ വെയിലോ എന്ന ഭേദമില്ലാതെ എല്ലാം സഹിച്ചു വ്രതനിഷ്ഠയിൽ ഏർപ്പെടുന്നു. അർജുനന്റെ ശസ്ത്രാസ്ത്ര പാടവം ലോകർക്കു മുമ്പിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം കാണികളുടെ നീണ്ടുനിന്ന കരഘോഷങ്ങളുടെയും മുക്തകണ്ഠമായ പ്രശംസകളുടെയും ആനന്ദ ലഹരിയിലായിരുന്നു ആയുധ പ്രദർശനവേദി. രംഗം തെല്ലൊന്നു ശാന്തമായി. ഗുരുവും ഗുരുപുത്രനും ശിഷ്യന്മാരുമെല്ലാം സൂര്യനും നക്ഷത്രങ്ങളുമെന്ന പോലെ ശോഭിക്കുന്ന നേരത്താണ് കർണൻ ജന്മസിദ്ധമായ ഉജ്ജ്വല കവചം ധരിച്ച് മഹാകായനായി രംഗത്തു പ്രവേശിച്ച് സദസ്സിനെ ഒന്ന് അവലോകനം ചെയ്ത് ഇടിവെട്ടിയിടുന്ന ശബ്ദത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചത്: ഹേ അർജുന, ഇവിടെ കാണിച്ച അഭ്യാസങ്ങളൊന്നും അത്ര കാര്യമായിട്ടുള്ളതല്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട അഭ്യാസങ്ങൾ ഞാനിവിടെ കാണിക്കാം. ദ്രോണാചാര്യരുടെ അനുവാദത്തോടുകൂടി കർണൻ അർജുനൻ കാണിച്ച അഭ്യാസങ്ങളെല്ലാം തന്നെ അവിടെ പ്രദർശിപ്പിച്ചു. ഉടനെ ദുര്യോധനൻ ഓടിച്ചെന്നു കർണനെ അഭിനന്ദിച്ച് ഹസ്തദാനം ചെയ്ത് സന്തോഷത്തോടെ പറഞ്ഞു: ഹേ മഹാബാഹോ, അങ്ങേക്ക് സ്വാഗതം. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങിപ്പോൾ ഇവിടെ എത്തിയത്. ഞാനും എൻ്റെ കുരുരാജ്യവും എല്ലാം അങ്ങയ്ക്ക് അധീനമാണ്. കർണൻ ദുര്യോധനന്റെ സഖ്യത്തെ അഭിനന്ദിച്ചു, സ്വീകരിച്ചു. കർണൻ അർജുനനെ വളരെ നിസ്സാരമാക്കിക്കൊണ്ട് പലതും സംസാരിച്ചു. അവസാനം അർജുനനോട് ദ്വന്ദ്വയുദ്ധത്തിനിറങ്ങണമെന്നായി കർണൻ. ധർമ്മവിത്തമനും ലോകാചാരങ്ങൾ അറിയുന്നവനുമായ കൃപൻ മുന്നോട്ട് വന്നു പറഞ്ഞു: ദ്വന്ദ്വയുദ്ധ മര്യാദകൾ എല്ലാവർക്കും അറിയാമല്ലോ. സമന്മാർ തമ്മിലാണ് ദ്വന്ദ്വയുദ്ധം. ഇവൻ കുരുവംശജാതനും കുന്തിപുത്രനും പാണ്ഡുനന്ദനനുമായ അർജുനൻ. അതുപോലെ നീയും നിന്റെ കുലം, അമ്മ, അച്ഛൻ എന്നിവ വ്യക്തമായി പറയുക. ഏതു രാജകുലത്തിലാണ്, ഏതു രാജ്ഞിയുടെയും രാജാവിൻ്റെയും പുത്രനായിട്ടാണ് നീ ജനിച്ചത്? അത് അറിഞ്ഞതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ദ്വന്ദ്വയുദ്ധം അനുവദിക്കുവാൻ നിവൃത്തിയുള്ളൂ. കൃപന്റെ വാക്കു കേട്ടപ്പോൾ കർണൻ ഒന്നും പറയുവാനാകാതെ ലജ്ജയാൽ തല താഴ്ത്തി നിന്നു. ദുര്യോധനൻ ഉടനെ മുന്നോട്ട് വന്ന് ധൃതരാഷ്ട്രന്റെ സമ്മതത്തോടുകൂടി കർണനെ അംഗരാജാവായി പ്രഖ്യാപിച്ചു. പുണ്യജലം യഥാവിധി വൈദിക ബ്രാഹ്മണരെ കൊണ്ടുവന്നു പൂജ ചെയ്യിച്ചു. ശ്രീമാനായ കർണനെ അഭിഷേകം ചെയ്യിച്ചു. കിരീടമണിയിച്ചു. കുട, വെൺചാമരം മുതലായ രാജചിഹ്നങ്ങൾ ശംഖ പടഹ ഘോഷങ്ങളോടെ പിടിപ്പിച്ചു. ഈ രാജ്യദാനത്തിനു പ്രതിഫലമായി താൻ എന്നും ദുര്യോധനന്റെ സഖാവും ഗുണകാംക്ഷിയുമായിരിക്കും എന്ന് കർണൻ പ്രതിജ്ഞ ചെയ്തു. ഇനി അർജുനനെയോ ഭീമനെയോ ഭയപ്പെടേണ്ടതില്ല എന്ന് ദുര്യോധനൻ സമാശ്വസിക്കുകയും ചെയ്തു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. സഭ പിരിഞ്ഞു. സൂതപുത്രനായ കർണന്റെ കൈപിടിച്ചുകൊണ്ട് ദുര്യോധനൻ രംഗം വിട്ടിറങ്ങി നടന്നു. അന്നു മുതൽ കർണൻ ദുര്യോധനന്റെ ആപ്തമിത്രവും പാണ്ഡവന്മാരുടെ ബദ്ധവൈരിയുമായി തീർന്നു. കർണന്റെ ആഗ്രഹപ്രകാരം ദ്വന്ദ്വയുദ്ധം അന്നു നടന്നില്ല. കാണികളെല്ലാവരും പിരിഞ്ഞുപോയി. എങ്കിലും ചിലർ അർജുനന്റെയും ചിലർ കർണന്റെയും ചിലർ ദുര്യോധനന്റെയും പക്ഷപാതികളായി തീർന്നു. രാജകുമാരന്റെ അസ്ത്രാഭ്യാസത്തിന്റെ അരങ്ങേറ്റം ഇങ്ങനെ അവസാനിച്ചതിൽ ചിലർക്കു വിഷമവും തോന്നി. അന്നൊരിക്കൽ ദ്രോണാചാര്യർ രാജകുമാരന്മാരെയെല്ലാം വിളിച്ചു വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞു എന്നും തനിക്ക് ഗുരുദക്ഷിണ തരേണ്ട സമയമായി എന്നും അറിയിച്ചു.
തനിക്ക് ഗുരുദക്ഷിണയായി വേണ്ടത് ധനമോ മറ്റു പദാർത്ഥങ്ങളോ അല്ല. പാഞ്ചാല രാജാവായ ദ്രുപദനെ യുദ്ധത്തിൽ ജയിച്ചു പിടിച്ചുകെട്ടി തനിക്ക് കൊണ്ടുവന്നു തരികയാണ് വേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകും. ആചാര്യന്റെ ഈ വാക്കുകേട്ട് എല്ലാവരും ആയുധങ്ങളോടുകൂടി യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ദുര്യോധനൻ, കർണൻ, വികർണൻ, ജലസന്ധൻ, യുയുത്സു, ദുശാസനൻ, സുലോചനൻ മുതലായവരെല്ലാം വളരെ ഉത്സാഹത്തോടുകൂടി പോകുന്നത് കണ്ടപ്പോൾ പാണ്ഡവരെല്ലാം അല്പം പുറകോട്ടു നിന്നു. കൗരവന്മാർ സൈന്യസമേതം പോയി ദ്രുപദ രാജധാനി വളഞ്ഞു. തുടർന്നു അതിഭയങ്കരമായ യുദ്ധം നടന്നു. ദ്രുപദ രാജാവിന്റെ യുദ്ധസാമർഥ്യം കണ്ടു കൗരവന്മാരെല്ലാം അതിശയിച്ചു. കൗരവ സൈന്യത്തിലെ നായകന്മാരെല്ലാം വളരെ വീറോടുകൂടി പൊരുതിയെങ്കിലും ദ്രുപദനോട് എതിർത്തു നിൽക്കുവാൻ സാധിക്കാതെ പിന്മടങ്ങേണ്ടി വന്നു. നഗരത്തിലെ ആബാലവൃദ്ധം പൗരന്മാർ സൈന്യങ്ങളോട് ചേർന്ന് കൗരവ സൈന്യത്തെ ഓടിക്കുക തന്നെ ചെയ്തു. പരാജയം സമ്മതിച്ച് കൗരവന്മാർ മടങ്ങിയപ്പോൾ അർജുനൻ ദ്രോണരുടെ സമ്മതത്തോടും അനുഗ്രഹത്തോടും കൂടി പുറപ്പെട്ടു. ഭീമനും നകുല സഹദേവന്മാരും ചെറിയൊരു സൈന്യവും അർജുനന്റെ സഹായികളായി കൂടെ പോയി. വിജയലഹരിയിൽ ആർത്തിരമ്പി വരുന്ന പാഞ്ചാല സൈന്യത്തിൽ ഭീമസേനൻ കയറി തന്റെ ഗദയുടെ ശക്തി കാണിച്ചു. ആനകളും കുതിരകളുമെല്ലാം ഭീമന്റെ ഗദാഘാതത്താൽ തെറിച്ചു വീഴുന്നത് കണ്ട് എല്ലാവരും ഭയചകിതരായി. നകുലനും സഹദേവനും ചക്രരക്ഷകരായി നിന്നു. അർജുനൻ തേരോടിച്ച് പാഞ്ചാല സൈന്യത്തിൽ ചെന്നുകയറി. അതിഭീഷണമായി നടന്ന യുദ്ധത്തിൽ ഭീമന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പാഞ്ചാല സൈന്യത്തെ മിക്കവാറും നശിപ്പിച്ചപ്പോൾ അർജുനൻ ദ്രുപദനോട് നേരിട്ട് ഏറ്റുമുട്ടി. അർജുനന്റെ അതുല്യമായ അസ്ത്രപ്രയോഗ വൈദഗ്ധ്യം കാണികളിൽ ആശ്ചര്യമുളവാക്കി. എങ്കിലും ആർക്കാണ് ജയമെന്നറിയാൻ വയ്യാത്ത വിധം രണ്ടുപേരും വാശിയോടുകൂടി ഭയങ്കരമായി പോരാടി. അവസാനം അർജുനൻ പാഞ്ചാല രാജാവിന്റെ സാരഥിയെയും കുതിരകളെയുമെല്ലാം നശിപ്പിച്ചതിനു ശേഷം ആകസ്മികമായി തേരിൽ ചാടിക്കയറി ദ്രുപദനെ ബന്ധിക്കുന്നതിൽ വിജയിക്കുക തന്നെ ചെയ്തു. തങ്ങളുടെ രാജാവിനെ ബദ്ധനായി കണ്ടു സൈന്യങ്ങളെല്ലാം പിന്തിരിഞ്ഞു. ഭീമസേനനും വധോദ്യമം വിട്ടു പിന്മാറി. അർജുനൻ പാശബദ്ധനായ ദ്രുപദ രാജാവിനെ ദ്രോണരുടെ മുമ്പിൽ കൊണ്ടുവന്നു കാഴ്ചവെച്ചു. നിന്റെ നാടും നഗരവും ഹന്തമർദ്ദിച്ചു വിട്ടു ഞാൻ. ഉയിരോടിരതൻ പാട്ടിലായി നീ മുൻവേഴ്ച വേഴ്ചയോ. പരാജയം കൊണ്ട് അപമാനിതനായി അഹംഭാവം പോയി നഷ്ടധനനായി നിൽക്കുന്ന ദ്രുപദനെ നോക്കി പൂർവ്വ വൈരാഗ്യമോർത്തുകൊണ്ട് ദ്രോണർ പറഞ്ഞു, ഹേ ദ്രുപദ, പണ്ടു നാം സഖാക്കളായിരുന്നു എന്നുള്ളത് മറന്ന് എന്നെ അപമാനിച്ചയച്ചതിനു പകരം വീട്ടാനാണ് ഇത് ചെയ്തത്. ഇപ്പോൾ ഈ രാജ്യം മുഴുവൻ എനിക്ക് അധീനമാണ്. അങ്ങു ദരിദ്രനും ധനികനും തമ്മിൽ സഖ്യമില്ലെന്ന് അന്ന് പറഞ്ഞതോർക്കുന്നുണ്ടോ? എന്നാൽ ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഗുരുവിൻ്റെ ആശ്രമത്തിൽ നാം ഒന്നിച്ചു കളിച്ചു നടന്ന കാലം ഞാൻ ഇന്നും ഓർക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ദരിദ്രനായ അങ്ങ് രാജാവായ എൻ്റെ സഖാവാകുന്നതിന് എനിക്ക് വിരോധമില്ല. അങ്ങേക്കു സമ്മതമാണെങ്കിൽ പകുതി രാജ്യം ഞാൻ അങ്ങേക്കു തന്നെ മടക്കി തരുന്നു. അങ്ങനെ ഉത്തര പാഞ്ചാലം ദ്രുപദനും ദക്ഷിണ പാഞ്ചാലം ദ്രോണരും സ്വീകരിച്ചു. പശ്ചാത്താപ വിവശനായ ദ്രുപദൻ ദ്രോണരുടെ കാരുണ്യത്തെ പുകഴ്ത്തി ദീനമാനസനായി അർദ്ധരാജ്യവും സ്വീകരിച്ചു മടങ്ങിപ്പോയി. പാഞ്ചാല രാജാവ് തന്നോട് കാണിച്ച അനാദരവിന് തക്ക നിലയിൽ ശിക്ഷ നൽകി അവസാനം അഭയം കൊടുത്തു പറഞ്ഞയച്ചതിൽ ദ്രോണാചാര്യരും സന്തുഷ്ടനായി. ഗുരുദക്ഷിണ നൽകിക്കഴിഞ്ഞതോടെ കുമാരന്മാരെല്ലാം തികച്ചും സ്വതന്ത്രരായി അവരവരുടെ ആസ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. ഒരു വർഷം കൂടി കടന്നുപോയി. രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞു യൗവനത്തിലേക്ക് പാദമൂന്നിക്കഴിഞ്ഞു. ധൃതരാഷ്ട്ര മഹാരാജാവിനു തൻ്റെ പുത്രന്മാരും പാണ്ഡുപുത്രരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശീലഗുണസമ്പന്നനായ യുധിഷ്ഠിരനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്തു. അച്ഛൻ്റെ രാജ്യം തനിക്കു കിട്ടുമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന ദുര്യോധനന്
അത് തീരെ ഇഷ്ടമായില്ല. എങ്കിലും തത്കാലം ഇതിനു വിരോധമൊന്നും പറഞ്ഞില്ല. ഭേദബുദ്ധി അങ്കുരിച്ചിട്ടില്ലാത്ത ധൃതരാഷ്ട്രൻ രാജ്യഭരണത്തിന്റെ ചുമതല യുധിഷ്ഠിരനെ ഏൽപ്പിച്ച് വാർദ്ധക്യകാലത്ത് ശാന്തമായി ജീവിക്കുവാൻ ആഗ്രഹിച്ചു. രാജ്യകാര്യങ്ങളിൽ പ്രവേശിച്ച യുധിഷ്ഠിരൻ ഭീഷ്മാദികളുടെ ആശീർവാദങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടി രാജ്യകാര്യങ്ങൾ വേണ്ട പോലെ നടത്തുവാൻ തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹം പ്രജകളുടെ മുഴുവൻ സ്നേഹാദരങ്ങൾക്ക് പാത്രമായി. അനുജന്മാർ 4 പേരുടെയും സഹായത്തോടുകൂടി പല രാജ്യങ്ങളെയും കീഴടക്കി തൻ്റെ അധികാരാതിർത്തിയെ വിപുലപ്പെടുത്തുകയും സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. പ്രജകളുടെ ഹിതമനുസരിച്ച് സത്യധർമ്മങ്ങൾക്കനുസൃതമായി രാജ്യപരിപാലനം ചെയ്ത യുധിഷ്ഠിരന്റെ കീർത്തി എങ്ങും വ്യാപിച്ചു. സർവജനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭരണത്തെ പുകഴ്ത്താനും പാണ്ഡവന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും തുടങ്ങി. ഒരു ദിവസം സഭയിൽ വെച്ച് ദ്രോണർ അർജുനനെ അടുക്കൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ അർജുന, ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ നീ ഒരു കാര്യം പ്രതിജ്ഞ ചെയ്യണം. അതായത്, ഞാൻ നിന്നോട് എതിർക്കുന്ന പക്ഷം നീ എന്നോട് ഗുരു എന്ന ധാരണ വിട്ട് യുദ്ധം ചെയ്യണം. ഈ പ്രതിജ്ഞ നീ എനിക്ക് നൽകുന്ന ഒരു ഗുരുദക്ഷിണയാണ്. അർജുനൻ അത് സമ്മതിക്കുകയും ജനതാ മധ്യത്തിൽ വെച്ച് ആ പ്രതിജ്ഞ നിർവഹിക്കുകയും ചെയ്തു. ജനങ്ങൾ യുധിഷ്ഠിരന്റെ ഭരണത്തെ പുകഴ്ത്താനും പാണ്ഡവരെ ആദരിക്കാനും ബഹുമാനിക്കാനും തുടങ്ങിയപ്പോൾ പുത്രവത്സലനായ ധൃതരാഷ്ട്രൻ അല്പം അസ്വസ്ഥനായി തീർന്നു. പൗരജനങ്ങളെല്ലാം പാണ്ഡുവിൻ്റെ മക്കളെ പുകഴ്ത്തുന്നു, മാത്രമല്ല തൻ്റെ മക്കളെ അവഗണിച്ചു പറയുകയും ചെയ്യുന്നു. ദുര്യോധനാദികളുടെ ഹൃദയത്തിൽ ഇത് വളരെ വേദനയുണ്ടാക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ദുഃഖിതനായ ധൃതരാഷ്ട്രൻ ഒരിക്കൽ കണികൻ എന്ന മന്ത്രിയെ വിളിച്ചു വരുത്തി. കണികൻ ധൃതരാഷ്ട്രരുടെ ഒരു മന്ത്രി. ഇദ്ദേഹം കൂടനീതിജ്ഞനായ ഒരു ബ്രാഹ്മണനായിരുന്നു. കണികൻ ധൃതരാഷ്ട്രർക്ക് കൊടുത്ത ദുരുപദേശത്തെ കണികന്റെ കൂടനീതി എന്ന പേരിലാണ് അറിയുന്നത്. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നിവ കൊണ്ട് ശത്രുക്കളെ കൊല്ലുന്നത് എങ്ങനെയെന്ന് ധൃതരാഷ്ട്രർ ഒരിക്കൽ കണികനോട് ചോദിക്കുകയുണ്ടായി. കണികൻ പറഞ്ഞു: ഭീരുവിനെ ഭയപ്പെടുത്തണം, ശൂരനെ വന്നിച്ചു നിർത്തിക്കൊണ്ട് ചതിച്ചു കൊല്ലണം, പണക്കൊതിയനെ ദാനം കൊണ്ട് തൃപ്തിപ്പെടുത്തണം, ശത്രുവായി തീർന്നാൽ പുത്രനെയും സഹോദരനെയും സ്നേഹിതനെയും പിതാവിനെയും ഗുരുവിനെയും വധിക്കണം. ശപഥം കൊണ്ടോ പണം കൊണ്ടോ വിഷം കൊണ്ടോ മായ കൊണ്ടോ ശത്രുവിനെ വധിക്കണം. കോപിച്ചിരിക്കുമ്പോൾ പോലും അന്യനെ നിന്ദിക്കുന്ന വാക്കുകൾ പറയരുത്. അവിശ്വസ്തനെയും എന്നാൽ വിശ്വസ്തനെ പോലും വിശ്വസിക്കരുത്. കണികൻ പറഞ്ഞു നിർത്തി. ഇപ്രാവശ്യവും തൻ്റെ വില കൂടിയ ഏതോ ഒരു ഉപദേശത്തിനായിരിക്കണം തന്നെ വിളിച്ചു വരുത്തിയത് എന്ന് കണികന് മനസ്സിലായി. ധൃതരാഷ്ട്രർ കണികനോട് പറഞ്ഞു: പ്രിയപ്പെട്ട മന്ത്രി, എൻ്റെ മക്കൾക്കില്ലാത്തതായ ഉത്കർഷം പാണ്ഡവർക്കുണ്ടാകുന്നതിൽ എന്തോ എൻ്റെ മനസ്സിൽ അരുതായിക തോന്നുന്നു. ഇതിനെന്താണൊരു പരിഹാരം? സന്ധി വിഗ്രഹാദികളെല്ലാം അറിയുന്ന ഭവാൻ ഇതിനൊരു നിവൃത്തി മാർഗം ഉപദേശിച്ചു തരണം. ധൃതരാഷ്ട്രന്റെ മനോഭാവം നല്ലവണ്ണം കണ്ടറിഞ്ഞ കണികൻ രാജനീതിയെ പറ്റിയെല്ലാം വിസ്തരിച്ചുപദേശിച്ചു. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്ന ശത്രുജയത്തിനുള്ള ചതുരുപായങ്ങളെ പറഞ്ഞതിനു ശേഷം തനിക്ക് ഗുണകാരികളല്ലെന്ന് തോന്നുന്ന ശത്രുക്കളെ അകറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്യണമെന്ന് ഉപദേശിച്ചു. കാര്യസാധ്യത്തിനായി ഉചിതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഉദാഹരണ സഹിതം പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. കണികൻ തുടർന്നു: അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, പാണ്ഡവന്മാർ ബലശാലികളാണ്, ജനസമ്മതരുമാണ്. അതുകൊണ്ട് അവരെ ഇവിടെ രാജധാനിയിൽ വെച്ച് പൊറുപ്പിച്ചാൽ അങ്ങയ്ക്കോ അങ്ങയുടെ മക്കൾക്കോ സമാധാനം കിട്ടുകയില്ല. അതിനാൽ പിന്നീട് പശ്ചാത്തപിക്കാൻ ഇടവരാത്ത വിധം നല്ലവണ്ണം ആലോചിച്ച് കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടത്. ഇതെല്ലാം കേട്ടിട്ട് രാജാവ് ഭാവി കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് ദുഃഖിച്ചിരിപ്പായി.
ഇതിനായിരുന്നു ശകുനി കാത്തിരുന്നത്. ദേവകോപം നിമിത്തം ധർമ്മനാശം വരുത്തുന്നതിനു വേണ്ടി കലി ദുര്യോധനനായി ഹസ്തിനപുരിയിലെത്തിയപ്പോൾ കലിയുടെ ഉറ്റ സുഹൃത്തായ ദ്വാപരൻ ഗാന്ധാരത്തിൽ ജനിച്ചു. സ്വസഹോദരിയായ ഗാന്ധാരിയെ ധൃതരാഷ്ട്രർക്ക് വിവാഹം കഴിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത് തൻ്റെ സുഹൃത്തിൻ്റെ ആഗമനത്തിനായി കാത്തിരുന്നവൻ ശകുനി. ഗാന്ധാരത്തിലെ മഹാരാജാവായ സുബലന്റെയും സുധർമ്മയുടെയും പുത്രൻ. അചലനും വൃഷകനും സഹോദരങ്ങളായിരുന്നു. അർഷി എന്ന കുമാരിയായിരുന്നു ശകുനിയുടെ ഭാര്യ. ശകുനി തികഞ്ഞ ഒരു യോദ്ധാവായിരുന്നു. പല ആയുധങ്ങളും നിഷ്പ്രയാസം പ്രയോഗിക്കാൻ ശകുനിക്ക് അസാമാന്യ കഴിവുണ്ടായിരുന്നു. ശകുനി വിവിധ മായാപ്രയോഗങ്ങളും അഭ്യസിച്ചിരുന്നു. പകിട കളിക്കുന്നതിൽ അസാമാന്യ വിരുദുണ്ടായിരുന്ന ശകുനിയുടെ പകിട അക്ഷഹൃദയം എന്നറിയപ്പെട്ടിരുന്നു. അന്ന് ഗാന്ധാരം ശക്തമായ പല രാജ്യങ്ങൾക്കും നടുവിലായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നു ആക്രമണ ഭീഷണിയും നേരിട്ടിരുന്നു. എന്നാൽ ഗാന്ധാരിക്കു മഹാദേവനിൽ നിന്നു ലഭിച്ച വരത്തെക്കുറിച്ചറിഞ്ഞ ഭീഷ്മർ ധൃതരാഷ്ട്രരുടെ വിവാഹാലോചനയുമായി ചെന്നപ്പോൾ ധൃതരാഷ്ട്രർ അന്ധനാണെന്ന വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും ആര്യാവർത്തത്തിലെ ഭീഷ്മരുടെയും പരാക്രമിയായ പാണ്ഡുവിൻ്റെയും ശക്തമായ പിന്തുണ മുന്നിൽ കണ്ടുകൊണ്ടാണ് സുബലനും സുബലജനും വിവാഹത്തിനു സമ്മതിച്ചത്. ശകുനി അതിബുദ്ധിമാനായിരുന്നു. പക്ഷേ അത് പലപ്പോഴും തിന്മയുടെ വിജയത്തിനു വേണ്ടി മാത്രമായിരുന്നു. സ്വന്തം നന്മ എന്നതിലുപരി ശത്രുവിൻ്റെ അധപ്പതനം മാത്രമായിരുന്നു ലക്ഷ്യം. ഗാന്ധാരിയോടുള്ള സ്നേഹം, അതുകൊണ്ട് തന്നെ ദുര്യോധനാദികളും എപ്പോഴും പാണ്ഡവർക്ക് മുകളിൽ ശക്തരായി നിൽക്കണമെന്ന ചിന്തയായിരുന്നു ശകുനിക്കുണ്ടായിരുന്നത്. പാണ്ഡവരോടുള്ള ഭീഷ്മരുടെ സ്നേഹം ഗാന്ധാരപതിയുടെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള വെറുപ്പിനു കാരണമായി. ശകുനിയുടെ ചില ചിന്താഗതികളോട് യോജിക്കാൻ പിതാവായ സുബലനു കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ പിതാവിൽ നിന്നുണ്ടായിട്ടുള്ള നീരസവും ശകാരവും കാരണമാക്കിയാണ് ശകുനി ഹസ്തിനപുരിയിൽ താമസമാക്കിയത്. പല സമയങ്ങളിലും നല്ല വാക്കുകളാൽ ദുര്യോധനനെ മാറ്റാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ദുര്യോധനൻ അതിനെ അത്ര പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. ദുര്യോധനന്റെ ഹിതം മാത്രമാണ് ശകുനി ആഗ്രഹിച്ചിരുന്നത്. പുത്രനായ ഉലൂകനോടുള്ളതിലും കൂടുതൽ സ്നേഹമായിരുന്നു സുയോധനനോട്. ഉലൂകൻ അതിൽ ഒരു പരിഭവവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പിതാവിനെ സഹായിക്കുകയും ദുര്യോധനന്റെ ഭൃത്യനുമായി ഉലൂകൻ കഴിഞ്ഞുകൂടി. സഭാവാസികളായ ഭീഷ്മരും ദ്രോണരും വിതുരരും മറ്റു ഗുരുജനങ്ങളും ശകുനിയിൽ സംതൃപ്തർ ആയിരുന്നില്ല. എന്നാൽ ഭീഷ്മർ പലപ്പോഴും ശകുനിയുടെ ആയോധന വീര്യത്തിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ചിരുന്നു. ഏകരഥൻ എന്നു പലപ്പോഴും സംബോധനയും ചെയ്തിരുന്നു. ഭാരതം ആലങ്കാരികമായി ദുര്യോധനനെ കോപവൃക്ഷം എന്ന് വിളിക്കുമ്പോൾ ശകുനിയെ അതിൻ്റെ ശാഖകളോടാണ് ഉപമിച്ചിരുന്നത്. ശക്തനായൊരു രാക്ഷസ രാജാവ്, ത്രേതായുഗത്തിൽ ലങ്കാധിപനായ രാവണന്റെ മുഖ്യനായ സൈന്യാധിപൻ പ്രഹസ്തൻ. ഈ ജന്മത്തിലും പ്രഹസ്തൻ വരുന്നത് ശത്രുപക്ഷത്തെ രാജാവിൻ്റെ മന്ത്രിസ്ഥാനം അലങ്കരിക്കാനാണ്. ഹസ്തിനപുരിയിലെ വാസ്തുശില്പി, ധാർത്തരാഷ്ട്രന്മാരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പുരോചനൻ ഇനി രംഗത്തേക്ക്. ഓം